സശ്രദ്ധമായി കേൾക്കുവാൻ ഞങ്ങൾ ഈ ദേശത്തിലെ മാന്യമിത്രങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ സന്ദേശം കൊണ്ട് ഗുണം വരിക സകല പ്രായങ്ങളിലും സകലർക്കുമുള്ള ഒരു സന്ദേശമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ളൊരു കാരണമെന്ന് ചോദിച്ചാൽ, സാംസ്കാരിക സന്ദേശങ്ങൾ, മതപരമായ സന്ദേശങ്ങൾ, അതുപോലെ രാഷ്ട്രീയ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്ന പ്രബുദ്ധരാണല്ലോ നമ്മളിൽ പലരും. ഈ സന്ദേശങ്ങളെല്ലാം കേട്ടേച്ച് അല്പമൊന്ന് നമുക്ക് ഉന്മാദം തോന്നിയ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ ഏത് മനുഷ്യനെയും തിന്മയുടെ ശക്തിയിൽ നിന്ന് നന്മയിലേക്ക് നടത്തുന്ന, ഏത് മനുഷ്യനെയും മദ്യത്തിൽ നിന്ന് രക്ഷിച്ച് മാനവരാശിയുടെ ധാർമ്മിക ബോധത്തിലേക്ക് നടത്തുന്ന ഒരു സന്ദേശം കൂടെയാണ് സുവിശേഷം എന്നത്. കഞ്ചാവിനും കള്ളിനും കരിഞ്ചന്തയ്ക്കും കാബാലികത്വത്തിനും അധാർമികതകൾക്കും അസന്മാർഗികതകൾക്കും ഒക്കെ ജീവിതം തകർന്നുപോയ മനുഷ്യനെ ആ തകർച്ചയിൽ നിന്ന് പണിത് പൊന്നുപോലെ നല്ലൊരു മനുഷ്യനായി പുറത്തെടുക്കുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം. അതുകൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല വംശത്തിൽ നിന്ന് സകലരെയും വിലക്കി വാങ്ങാൻ കഴിവുള്ള ഒരു സന്ദേശമാണ് സുവിശേഷം. ആയതുകൊണ്ട് ബൈബിൾ യേശു ക്രിസ്തു ഒരു ഉപമ പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു: എല്ലാവിധ മത്സ്യങ്ങളും കയറുന്ന ഒരു വലയാണ് ദൈവരാജ്യം എന്നത്. അവിടെ ഭാഷകൾക്ക് വ്യത്യാസമില്ല, രാജ്യത്തിന് വ്യത്യാസമില്ല, ഇവിടെയുള്ള മതങ്ങൾ തിരിച്ചിരിക്കുന്ന ഡിവിഷനുകൾക്ക് വ്യത്യാസമില്ല. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തകർന്ന മനുഷ്യനെ പണിയാൻ, രോഗത്താൽ നിറയപ്പെട്ട മനുഷ്യനെ സൗഖ്യമാക്കാൻ, ജീവിതം അസ്തമിപ്പിക്കേണ്ട മേഖലകളിൽ ജീവന്റെ നാമ്പ് പകരാൻ കഴിവുള്ള കരുത്തനായ ഒരു സാരഥി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാകയാൽ ബൈബിൾ രേഖപ്പെടുത്തിയ ഒരു വാക്ക് ഇങ്ങനെയാണ്: ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. ഈ യേശു ക്രിസ്തുവിന് ഇത്രയും വലിയ പ്രത്യേകതകൾ വരാൻ കാരണമെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു മനുഷ്യനായി സകലതും വെടിഞ്ഞ്, സകലതും വേണ്ടെന്ന് വെച്ച് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂപരപ്പിലേക്ക് ഇറങ്ങി വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് കർത്താവും അതേ നിലകളിൽ ഈ ഭൂമിയിൽ വന്ന് മരിച്ച മനുഷ്യനെ രക്ഷിക്കാൻ പാകത്തിന് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെ സകല മാനവരാശിക്കും വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാപമോചനം പ്രാപിക്കാൻ, സായുജ്യം അണയാൻ, രക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, വീണ്ടെടുപ്പ് പ്രാപിക്കാൻ, ജീവിതത്തിലെ തകർച്ചകൾ മാറാൻ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇനിയൊരു കർമ്മകാണ്ഡാചാര അനുഷ്ഠാനങ്ങളോ തർപ്പണങ്ങളോ അർപ്പണങ്ങളോ കൂദാശകളോ ഒന്നും തന്നെ ആവശ്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു അവസരം പ്രവർത്തിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പകൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അരികിലേക്ക് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും പാപ വിമോചനവും നിത്യജീവനും നൽകുന്ന ഏക സത്യ നിത്യ ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആയതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ ശ്രമിപ്പാൻ ഞങ്ങൾ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് യേശു സകലതും വേണ്ടെന്ന് വെച്ച വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് മുൻപേ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ മറിയയ്ക്ക് പ്രത്യക്ഷനായിട്ട് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: സർവ്വജനത്തിനും ഉണ്ടാകാൻ ഒരു സമാധാനം വരാൻ പോകുകയാണ്. അതുകൊണ്ട് മറിയയുടെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായിട്ട് എങ്ങനെ പറഞ്ഞു? സ്തോത്രം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്.
അവിടെ വായിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ലൂക്കോസിന്റെ സുവിശേഷം 1:25-26 തുടർമാനമുള്ള ഭാഗങ്ങളിലൊക്കെ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ ഉദരത്തിൽ ഒരു വിശുദ്ധ പ്രജ ഉരുവാകാൻ പോകുകയാണ്. അവൻ സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. അതുകൊണ്ട് സ്നേഹിത, ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥത്തിൽ കർത്താവ് നമ്മുടെ കൂടെ 24/7 24 മണിക്കൂർ അവൈലബിൾ ആയിട്ട് അടുക്കലുള്ള ഏക സത്യം നിത്യ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ബൈബിൾ രേഖപ്പെടുത്തിയത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കാലം മാറിയാൽ, ഭാഷ മാറിയാൽ, രാജ്യം മാറിയാൽ, സംസ്കാരം മാറിയാൽ, മാതൃക മാറിയാൽ ഒരിക്കലും മാറ്റം വരാത്ത ആളത്വം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ദൈവത്വം കൊണ്ടും സകല മഹിമകൾ കൊണ്ടും വിശുദ്ധിയുടെ തിളക്കം കൊണ്ടും ഒരിക്കലും മാറ്റമില്ലാത്ത പവിത്രനായ, നിഷ്കളങ്കനായ, നീതിമാനായ, സകല മനുഷ്യരെയും രക്ഷിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ പകലിലും പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇമ്മാനുവേലായി എല്ലാ സമയവും നമ്മുടെ കൂടെ ഉള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ ബൈബിൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ അനാഥരായി വിടാതെ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പാകത്തിന്, നിങ്ങളെ സൗഖ്യമാക്കാൻ പാകത്തിന്, നിങ്ങളെ രക്ഷിക്കാൻ പാകത്തിന്, നിങ്ങളെ വീണ്ടെടുക്കാൻ പാകത്തിന്, നിങ്ങൾക്ക് പാപമോചനം തരാൻ പാകത്തിന് ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനായി അരികിൽ വരാൻ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥത്തിൽ 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളിൽ ഒരുവനായി പാർക്കത്തക്ക നിലകളിൽ സമീപസ്ഥനായി നിൽക്കുന്ന ഒരു ദൈവമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ദൈവം. നിങ്ങൾ റോഡിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും, യാത്രയിലായിരുന്നാലും എവിടെയും അരികിൽ വന്ന് നിങ്ങളെ സഹായിക്കാൻ കരുത്തോടെ നിൽക്കുന്ന ഒരു ദൈവമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന, അഥവാ ബൈബിൾ പറയുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തു. പിശാച് വന്നത് അറുപ്പാനും മുടിപ്പാനും കൊല്ലാനുമാണെങ്കിൽ യേശു ക്രിസ്തു വന്നത് അറുപ്പാനല്ല, യേശു ക്രിസ്തു വന്നത് മുടിപ്പാനല്ല, യേശു ക്രിസ്തു വന്നത് കൊല്ലാനല്ല, മറിച്ച് സകലർക്കും ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും യേശു ക്രിസ്തു ഇന്നലകളിൽ മനുഷ്യനായി വന്നിരിക്കുകയാ. അങ്ങനെ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ അവൻ ദൂതൻ വിളിച്ചു പറയുകയാണ്: ഇമ്മാനുവേലായി ദൈവം നിങ്ങളോട് കൂടെ എന്ന അർത്ഥത്തിൽ എല്ലാ നിമിഷവും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാ. ആ ദൈവം അവൻ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ വിശുദ്ധ പ്രജയായിരിക്കാം. സ്നേഹിത, ജനിക്കുന്നതിന് മുൻപ് ജീവിതം കൊണ്ട്, ജന്മം കൊണ്ട് വിശുദ്ധനായ ഏക സത്യ നിത്യ ദൈവമാണ് ബൈബിൾ പറയുന്ന ദൈവം. അതുകൊണ്ട് ഏത് മാനവരാശിയുടെ പാപക്കറകളെ കഴുകി മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പാണെങ്കിലും, രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു പുണ്യാക രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാക രക്തം, അത് വിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഒരു പാപം ചെയ്യാത്തവൻ, ഒരു പാപം അറിയാത്തവൻ, സ്തോത്രം, നിഷ്കളങ്കൻ, നീതിമാൻ, നിർദോഷൻ, ഒരു തെറ്റും ചെയ്യാത്തവൻ, അവന്റെ പേരത്രേ യേശു ക്രിസ്തുവെങ്കിൽ ആ യേശു ക്രിസ്തു വിശുദ്ധിയുടെ മണിമകുടമായി നിന്നുകൊണ്ട്, വിശുദ്ധിയുടെ തിളക്കത്തിൽ നിന്നുകൊണ്ട് സകല പാപ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ സകലരുടെയും പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ ക്രൂശിൽ പരമയാഗമായി മാറിയപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് ഒരു മോചനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സാധ്യമാക്കി നാം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ പ്രജ എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയത്, സ്തോത്രം, ദൈവം നമ്മളോട് കൂടെ എന്ന അർത്ഥത്തിൽ അവൻ ആരംഭിക്കപ്പെട്ടത്, അവൻ ആ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ സകല മനുഷ്യരെയും സകലരുടെയും സകല വ്യക്തികളുടെയും പാപത്തിൽ നിന്ന് മോചിക്കുന്ന ദൈവമാണ്. സ്നേഹിത, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം പെരുകിയതുകൊണ്ട്
അകൃത്യം വർദ്ധിച്ചതുകൊണ്ട് അത് ഭൂമിക്ക് ഭാരമായിരിക്കുകയാണ്. എന്നാൽ അവൻ ഈ വ്യവസ്ഥിതികളിൽ ഒന്നല്ല, മനുഷ്യനെ രക്ഷിക്കാൻ മതിയായ ഒരു രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. കാരണം ഞാൻ പ്രസംഗിക്കുന്ന യേശു മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യരുടെ ഇടയിൽ വന്നിട്ട് മനുഷ്യന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ നൽകി തന്നുകൊണ്ട് തന്നെ ഇല്ലാതാക്കിയേച്ച നമ്മളെ രക്ഷിക്കാൻ അവൻ പരസ്യമായി ക്രൂശിൽ കരേറുവാനായിട്ട് വന്നു. യേശു പരസ്യമായി ക്രൂശിൽ ആയിരിക്കുമ്പോൾ അവൻ ബൈബിൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: പിശാചിനെ ആയുധവർഗം വയ്പ്പിച്ച് അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. സ്നേഹിത, ക്രൂശ് ഒരു പരാജയമല്ല, ക്രൂശ് ഒരു ജയത്തിന്റെ മുന്നോടിയാണ്. ക്രൂശ് ഒരു അപമാനമല്ല, ക്രൂശ് സകലതയും നിത്യജീവന്റെ മാർഗമാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു. ഇന്ന് പകൽ ഒരു ശക്തി ലഭ്യമാകാൻ, ഒരു രക്ഷ ലഭ്യമാകാൻ, ഒരു പാപമോചനം ലഭ്യമാകാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആരെങ്കിലും ഈ യേശുവിനെ ഒന്ന് നോക്കിയാൽ, താമ്ര സർപ്പത്തെ മോശം നോക്കിയപ്പോൾ തന്നിലുള്ള ആ സ്തോത്രം വിഷം മാറി ജീവനിലേക്ക് പ്രവേശിച്ചതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ പാപത്തിന്റെ വ്യവസ്ഥിതികളിൽ നിന്ന് പാപപരിഹാരം നൽകിക്കൊ തന്നുകൊണ്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്താൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. ഈ നാമത്തെ ഇതുവരെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് സുപ്രസാദകാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. മാനസാന്തരപ്പെടാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുക. എന്നാൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ കളപ്പുര വലുതാക്കി അതിനകത്തെല്ലാം ശേഖരിച്ചപ്പോൾ ദൈവം ചോദിക്കുകയാണ്, സ്നേഹിത, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കാം? 80 100 വയസ്സ് വരെയുള്ള ഈ ഭൂപ്പരപ്പിലെ ജീവിതം അടിച്ച് പൊളിച്ച് സുഖിച്ച് സുമേന ജീവിച്ചാൽ അത് കൊണ്ടെത്തിക്കുന്നത് നാശത്തിലേക്കാണ്. ബൈബിൾ പറയുന്നു, ഒരുവന് അവന്റെ വഴി ചൊവ്വായി തോന്നും, പക്ഷേ അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് യേശു നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കുകയും നിങ്ങൾക്ക് നിത്യമായ രക്ഷ വരികയും നീയും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് സക്കായിയോട് അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് നിത്യമായ ഒരു രക്ഷ തരാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു മനം തകർന്നവർക്ക് സമാധാനത്തെ നൽകുന്നു. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ആ ക്രിസ്തു യേശു എത്രയും വേഗം മധ്യാകാശത്തിൽ വരാറായി. ആ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എന്തുകൊണ്ട് യേശു മാത്രം വരും? യേശു മാത്രം മരിച്ച് കബന്ധത്തിനകത്തൊതുങ്ങി പുഴുവിനും കൃമിക്കും പഞ്ചഭൂതങ്ങളിലും ലയിച്ചു പോകാതെ മൂന്നാമത്തെ ദിവസം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് പാതാളത്തെയും മരണത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ടുപോയ യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണമെങ്കിൽ ബൈബിൾ പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കേണ്ടവരാകൊണ്ട് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ വിശുദ്ധ കാന്തയായി മണവാട്ടിയായി നിൽക്കാൻ പാകത്തിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവന്റെ പുതുവഴി തുറന്നു തന്നിരിക്കുകയാണ്. അതിനുവേണ്ടി
നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ, നിങ്ങളെ രക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവായ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. യേശു നിങ്ങൾക്ക് നിത്യമായ രക്ഷ തന്ന അവൻ ഈ ഭൂപ്പരപ്പിലല്ല, മറിച്ച് ഇവിടെ മരിച്ചാലും ഉയരത്തിൽ പാർക്കത്തക്ക നിലകളിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു ക്രിസ്തു മടങ്ങി വരാറായി. യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യേശു ക്രിസ്തു മാത്രം മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റ ഏക സത്യദൈവ യേശു ക്രിസ്തു മാത്രം മടങ്ങി വരും. അതുകൊണ്ട് യേശു ക്രിസ്തു മാത്രം സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം തന്നെ ആയതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീ യേശു ക്രിസ്തു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.